സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചലഞ്ചിങ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഗെയിമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ റൗണ്ടുകൾ എന്ന് പറയുന്ന ഒരു 5-6 റൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ നേരെ ഇരിക്കുന്നത് ചക്കയുടെ ചവണിയും അതിൻ്റെ തോടും അതിൻ്റെ മടലും എന്നൊക്കെ നമ്മൾ പറയും. ഇതെല്ലാം കൂടി ചേർന്നൊരു സാധനമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇതെനിക്കല്ല. ഇവിടെ ചക്കയുടെ നമ്മുടെ നല്ല മധുരമുള്ള ചുള ഇവിടെ വെച്ചിട്ടുണ്ട്. ചക്കച്ചുളയാണത്. ഇനി ഇവിടെ നല്ല സൂപ്പറായിട്ടുള്ള നല്ല വലിയ 2 കുരുവാണ് കേട്ടോ. കിട്ടിയവർ നല്ല ഭാഗ്യവാന്മാരാണ്. പടക്കം പൊട്ടിക്കാം. ഓക്കെ. അപ്പൊ ഇത് നമ്മള് ഇവിടെ 3 ചീട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ സ്കിൻ ആർക്കാണ് കിട്ടുന്നത്, ഇതിന്റെ സീഡ് ആർക്കാണ് കിട്ടുന്നത്, ഇതിന്റെ സെന്റർ ആർക്കാണ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഗെയിം. നമുക്ക് തുടങ്ങാം. റെഡിയാണോ? റെഡി. ഓക്കെ. അപ്പോ നമ്മളിതാ ഇവിടെ ചീട്ടിടാൻ പോവുകയാണ്. ചക്കച്ചുള കയ്യിലിരിക്കുന്ന ആള് ആദ്യം കിട്ടെ. ആർക്കാണ് കിട്ടണേന്ന് അറിയാലോ. സെന്ററിലോട്ട് ഇട്ടോളൂ. മറന്നുപോയി. ആർക്കടാ എന്താണ്? വെച്ചിരിക്കുന്നത് പോലെ തന്നെ അതേപോലെ തന്നെ കിട്ടിയിരിക്കുകയാണ്. അയ്യോ, ഞാനിതെങ്ങനെ അടിച്ച് പറിച്ച് തിന്നണം. ഇത് ഇങ്ങനെയാണ് പറഞ്ഞത്. എല്ലാരും അങ്ങോട്ട് തുടങ്ങിക്കോ. ഇത് കന്നാലിയാ. നാളെ പാല് തരും. ഇതിപ്പോ കണ്ട നൂല് പോലെയൊക്കെ ഒട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇത് എങ്ങനെ തിന്നുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ എടുത്തിരിക്കട്ടോ. ഇത് തിന്നണം. മുള്ളു തിന്നണം. ഇത് തിന്ന്. ഇത് തിന്ന്. അതാദ്യം തിന്ന്. വയറിൽ പൊത്തിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ബദാമിന്റെ ടേസ്റ്റ് വേണ്ട. ബദാമിന്റെ ടെസ്റ്റാ. എന്നാ പിന്നെ ആ കുരു മതിയായിരുന്നു എനിക്ക്. ഇവിടെ തിന്നില്ല. എവിടാ ഈ മുള്ളൊക്കെ തിന്നാണ്. പശുവാണ്. ഇവിടെയൊക്കെ തിന്നാം. അത് പറ്റൂല. തോക്കാനായിട്ട് ഞാൻ തോക്കാൻ തിന്നോണ്ടിരിക്കുകയാണ്. ഇതിന്റെ പുള്ളു തന്നെ ഇതും ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇവിടെ കടിക്കണം. ഒരു കടിയെങ്കിലും ആട് ജീവിതം. പക്ഷെ ഇത് കൊള്ളാൻ കേട്ടോ. നല്ല മധുരമുണ്ട്. കഴിഞ്ഞു. നാളെ മിക്കവാറും അല്ല, ടോയ്ലറ്റിൽ പോകുമ്പോ ഇത് നൂലൊക്കെ ആയിരിക്കും വരുന്നത്. പോട്ടെ. അപ്പോ തൊണ്ടയിലിരിക്കുന്നു. അപ്പോ നമ്മുടെ 1ാമത്തെ റൗണ്ട് ഇവിടെ അതിഗംഭീരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ 1ാമത്തെ റൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ സ്കിന്ന് നിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇത് ഒട്ടിയിരിക്കും. അതുകൊണ്ട് അതിനുള്ള ഇത് ഇനി വല്ല കുഴപ്പം വന്നാൽ ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് ആ പണിക്ക് പോകണ്ട. അപ്പോൾ
അപ്പൊ ഗൈസ് ഇനി നമ്മള് അടുത്ത റൗണ്ടാണ്. അടുത്ത റൗണ്ടില് അടുത്തൊരു വിഭവവുമായി നമ്മൾ വരുന്നതാണ്. നമുക്ക് അടുത്തൊരു വിഭവം നോക്കാം. നമ്മള് രണ്ടാമത്തെ റൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മാങ്ങയാണ് കേട്ടോ. നല്ല പഴുത്ത മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് കിട്ടുന്നവര് നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇത് കിട്ടുന്നവര് നല്ല ഭാഗ്യമുള്ള ആളാണ്. ഇനി മാങ്ങയുടെ മാങ്ങാക്കൊട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. മാങ്ങ അണ്ടിയെന്നോ മാങ്ങ കൊട്ടയെന്നോ എന്ത് വേണേ, നമ്മളിവിടെയൊക്കെ മാങ്ങ കൊട്ട എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സംഭവം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി കുഴപ്പമില്ല, ഈ മാങ്ങയുടെ തൊലി സ്കിന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. കിട്ടിയിട്ടില്ല. ഇത് അടുത്ത ഈ 3 ഐറ്റമാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോ അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മടങ്ങിയത് എല്ലാം ഇത് ഒന്നുകൂടി മടക്കുക. കാരണം ഇത് അടയാളപ്പെടുത്തിയൊക്കെ വെച്ചിരിക്കുന്നവർ പലരും ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ നോക്കിയെടുക്കുന്നവര് ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. 3 ഒരേപോലെ. അപ്പൊ ഞാനാണിപ്പോ ചീട്ടിടാൻ പോകുന്നത്. അപ്പൊ റെഡിയാ? യെസ്. അപ്പൊ നമ്മളിവിടെ ചീട്ടിടാൻ പോവാണ്. മത്സരിച്ചെടുത്തോളണം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ കിട്ടുന്ന സാധനം തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ. അപ്പോ ബിസ്മില്ലാ. അപ്പൊ ഇവിടെ കിട്ടിയല്ലേ? സീഡാണ് ഗൈസ് എനിക്ക് കിട്ടിയത്. എനിക്ക് വയ്യ. ഇത് കണ്ടോ? ഞാനിതെന്തോന്ന് ഒരു പശുവിന്റെ ജന്മമായിട്ടോ. ഇതെന്തോന്ന്? നാളെ മിക്കവാറും ഇതെല്ലാം ഉണ്ടോ? ഇത് കണ്ടോ? നല്ല സൂപ്പർ. കടിച്ച് പൊട്ടിച്ച് തിന്നണം. അങ്ങനെയൊന്നുമില്ല. പരമാവധി ഇതിന്റെ തിന്നാൻ പറ്റുന്ന സാധനം തിന്നുക. നല്ല മധുരമുണ്ട്. കടിച്ച് പൊട്ടിച്ച് തിങ്ങി അപ്പൊ നമ്മുടെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് സ്വാഗതം. അപ്പൊ മൂന്നാമത്തെ റൗണ്ടില് നമ്മൾ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നാരങ്ങയുടെ തൊലി ഇവിടെ എടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ സ്കിന്ന് തൊലി എടുത്തിട്ടുണ്ട്. ഇനി നാരങ്ങയുടെ ആ ഒരു സെന്റർ പാർട്ടല്ല സെന്റർ പാർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ സെന്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ സീഡ് ഉണ്ട്. നാരങ്ങയുടെ നല്ല അസൽ കുരുവാണ് കേട്ടോ. അപ്പൊ നാരങ്ങയുടെ കുരുവും ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് കിട്ടണവർക്ക് വല്ലാത്തൊരു സംഭവമാണ് ഗൈസ്. എനിക്ക് ഇതിനോട് വലിയ യോജിപ്പ്. എനിക്ക് പണ്ടേ നാരങ്ങ ഈ പച്ചക്ക് നിന്ന് ഒട്ടും ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. കുലിക്ക് സർബത്ത്. എന്തായാലും ഇതിലേതെങ്കിലും ഒക്കെ എനിക്ക് കിട്ടുന്നത്. എനിക്ക് വെപ്രാളൊന്നുമില്ല. ഏറ്റവും ലാസ്റ്റിൽ തന്നാ മതി. നിങ്ങൾക്ക് അതൊന്നും കിട്ടി. അടിപൊളി അടിപൊളി. സീഡ് മതി കുഴപ്പമില്ല. അപ്പൊ എനിക്കിവിടെ അവിടെ ഇട്ടുതരാം. പുളിക്കുന്നതിലേക്ക് പോയപ്പോ അവിടെ തൊപ്പിട്ട് ആദ്യം തന്നെ നമ്മളെ വെറുപ്പിച്ചു കളഞ്ഞ്. നീ അത് തൊഴിൽ നിന്ന് കാണിക്കും. അല്ലേ അമ്മ തിന്നിട്ട് ഞാൻ തിന്നുന്നുള്ളൂ. ഞാൻ തിന്നു. ആന്തരി ഒരു ഗുരു ഒന്ന് മതി. ഫുള്ള് തൊട്ടേ പറ്റൂ. നീ കഴിക്ക്. ഉമ്മ കഴിക്ക്.
കഴിക്കണേന് ഒരു കുഴപ്പമില്ല. കഴിക്കുന്നുണ്ടോ? ഞാൻ കഴിച്ചോണ്ട്. രോമാഞ്ചോ ഇത് ഞാൻ കഴിച്ചല്ല. ഞാൻ തിന്നാ. പിന്നെ നീ അത് കഴിക്കാൻ തുപ്പി എന്തിന്? എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. ഓ തിന്ന് തിന്ന്. ഇങ്ങനെ കൊള്ളാമോ? ഓ അപ്പൊ ഗൈസ് നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത് 4ാമത്തെ റൗണ്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വിഭവമായിട്ട് നമ്മൾ വരെയാണ്. അപ്പോൾ അപ്പം ടാറ്റ guys. നമ്മൾ 4ാമത്തെ റൗണ്ടിലേക്ക് കിടക്കുകയാണ്. നമ്മൾ 4ാമത്തെ റൗണ്ടിൽ നമ്മൾ മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മുട്ടയുടെ തോടുണ്ട്. തോടൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. പുഴുങ്ങിയ മുട്ടയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. മുട്ടയുടെ തോടുണ്ട്, മുട്ടയുടെ മഞ്ഞക്കരു ഉണ്ട് കേട്ടോ, മഞ്ഞക്കരു, മുട്ടയുടെ വെള്ളക്കരു. അപ്പൊ ഇങ്ങനെ 3 പേർക്ക് 3 സാധനം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതിൽ ബാക്കി 2 സാധനങ്ങൾ സൂപ്പർ സാധനങ്ങൾ തിന്നാൻ കുഴപ്പമില്ല. അപ്പൊ ഇത് ആർക്കാണ് കിട്ടുന്ന ആ ഭാഗ്യവാൻ ആരായാലും കുലുക്കിയിട്ടില്ല. എനിക്ക് മഞ്ഞക്കുരി തമോളി. അല്ല ഒന്ന് കുലുക്കിയിട്ടില്ല. കുലുക്കിയിട്ടില്ല. ഒരു റൗണ്ടിലും അങ്ങനെ പറ്റൂല. ഇല്ല അവള് കുലിക്കാൻ ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്താൽ കിട്ടും. ഇല്ല 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 കുലുക്കിയിട് കുലുക്കിയിട് 2 കൈയും വെച്ചൊക്കെ കുലുക്കി. ഈ സഭ കയ്യിൽ പിടിച്ചിരിക്കുന്ന സഭ കള്ളത്തരമുണ്ട്. കുലുക്ക് ഇങ്ങനെ കുലുക്കി കുലുക്കി തെറിക്കട്ടെ തെറിക്കട്ടെ, എറിഞ്ഞിട് എറിഞ്ഞിട്. ആന്തരിക എറിയാതെ സീഡ് മഞ്ഞക്കുരുവാ. സെന്റർ മഞ്ഞക്കുരു. ഞാൻ ഇല്ല, ഞാൻ പറഞ്ഞില്ല എനിക്ക് വയ്യ. എനിക്ക് ആവശ്യത്തിലധികം കാൽസ്യം എല്ലാ കാണിങ്ങനെ മുഴുവൻ കഴിച്ചോ കഴിച്ചോ. നീ കഴിക്ക്. അമ്മ കഴിക്കണമെന്ന് അങ്ങനെ നിർബന്ധമില്ല. ഇത് എന്നെ കൊണ്ട് പറ്റൂല ഇത് കഴിക്കാനായിട്ട്. എന്നിട്ട് കൊത്തിരിക്കുക അവിടെ. കഴിക്കാൻ പറ്റൂലെങ്കിൽ പച്ചമുളക് കഴിക്കും. അപ്പൊ നീ നേരത്തെ നാരങ്ങ ഉപയോഗിച്ചിട്ട് പോയതാ? അങ്ങനല്ല, അതൊന്നും അല്ല. ഞാൻ എടുത്ത് തരാം. അങ്ങനെ നീ എടുക്കണ്ട. നല്ല ഫ്രഷ് ആണ്. കോഴിക്കോട്ടില് നല്ല രസത്തിൽ താറാവ് ഇടമാണ്. നല്ല പ്യുവർ മുട്ടയാണ്. പ്രോസസ് ചെയ്തെടുത്ത മുട്ടയാണ്. തോടങ്ങനെ പ്രോസസ് ചെയ്തതല്ല. തോട ആ കോഴിത്തീട്ടത്തിലെ തീട്ട പൊത്തും. അതൊക്കെ നല്ല ഐസ്ക്രീം പോലെ തിന്നോളി. എന്നാ തിന്നി നീ എവിടെ ഞാൻ അതെടുത്തോളാം. ആന്തരി പെയിന്റ് അടിക്കണം. ഇതാണ് നല്ലത്. ഇതിന്റെ അകത്ത് നമുക്ക് കുറച്ച് അതേപോലെ ഉണ്ട്. അവള് തിന്ന് അവള് വരെ കുഴച്ചിട്ടാ നീ താവ് ചെളിയിലൊക്കെ ഇട്ട്. എന്നാ തിന്നോ കാൽസ്യം എല്ലിന്റെ കഥ കട്ടി വരട്ടിരുന്ന കുഴപ്പമൊന്നുമില്ല. കഴിച്ചില്ലെന്ന് വേണ്ടതാ. ഈ ഒരു തോട് ഞാൻ കഴിക്കുന്നു ഗയ്സ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ താറാവിന്റെ തീറ്റോ
ആ. ആ പോയി വാപ്പാക്കടി. അപ്പൊ guys, ഞാനിതാ കഴിച്ചിരിക്കുകയാണ്. ഓ, അപ്പൊ നമ്മുടെ 5ാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. 5ാമത്തെ റൗണ്ടിൽ നമ്മൾ എടുത്തിരിക്കുന്നത് തണ്ണിമത്തനാണ്. അപ്പോൾ തണ്ണിമത്തൻ്റെ അതിൻ്റെ മാംസമായ ഭാഗമാണ് ഇത്. അതിൻ്റെ സെന്ററാണ്. ഇവിടെ സ്കിന്നുണ്ട്. തണ്ണിമത്തൻ്റെ സ്കിന്നാണ് ഇവിടെ ഉള്ളത്. ഇനി ഇതാ ഇവിടെ തണ്ണിമത്തൻ്റെ സീഡും വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആരാണ് ഈ സീഡും ഈ സ്കിന്നും തിന്നാനുള്ള ഭാഗ്യം കിട്ടുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഇതുവരെയുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്നത് ഇതൊക്കെ എനിക്കായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഈ ഞറുക്ക് ഇടാൻ പോവുകയാണ്. ഈ ചീട്ട് എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഒരു സെന്ററിൽ ഇരിക്കുന്ന സാധനം തന്നെ തിന്നാൻ പറ്റും. റെഡി, 1 2 3 സ്റ്റാർട്ട്. നല്ല തൊലിക്ക് കട്ടി പിടിക്കും. ഇതാണ് നമ്മൾ വെളിയിൽ ആരോ വന്നിട്ടുണ്ട് എങ്കിലും നമ്മൾ തിന്നുന്നതാണ്. നമ്മളിപ്പോ തിന്നിട്ട് അത് പോവാം. അവിടെ അപ്പൊ കുരു മൊത്തം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ സ്കിന്ന് തിന്നില്ലാന്ന് പരാതി പറയണ്ട. അവിടെ അല്ല, ഇവിടെ ഈ തൊലി പച്ച. അതൊക്കെ അതിലോട്ട് വരും. പതുക്കെ വരും. ഇതാണ് പശു. തണ്ണിമത്തന്റെ വെള്ള ഭാഗത്തിന് ഭയങ്കര വൈറ്റുണ്ട്. അങ്ങനെ പച്ച മാത്രമായിട്ട് നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല. ഇതിന്റെ തോട് കഴിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ നിർബന്ധിക്കണ്ട. എനിക്കറിയാം എന്തൊക്കെ കഴിക്കണമെന്ന്. കൊള്ളാം. അവസാനത്തെ റൗണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. അവസാനത്തെയും 6ാമത്തെയും റൗണ്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇത്രയും നേരം പശുവും ആടും ഒക്കെ തിന്നുന്ന സാധനം തിന്ന് ഞാൻ മടുത്തിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് ആയിട്ട് എനിക്ക് ആ സാധനം വേണ്ട. അപ്പോൾ നോക്കാം നമുക്ക് ഇത് ഏതാണെന്ന്. ഞാൻ ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിന്ന് എടുത്തിരിക്കുന്നത് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ പാഷൻ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സീഡുണ്ട്, അതുപോലെ അതിൻ്റെ സ്കിന്നുണ്ട്, അതിൻ്റെ ആ ഒരു സെന്ററും ഉണ്ട്, പൾപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടുകയാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. അപ്പൊ നോക്കട്ടെ. അപ്പൊ ഞാനിപ്പോ നോക്കേണ്ട കാര്യമില്ല. ഇത് മെഡൽ കിട്ടി. ഇത് മൊത്തം തിന്നണം. ഒരെണ്ണം പോരെ, ഇത് മൊത്തം തിന്നണം. ഉമ്മ ഇതിന്റെ പച്ച തിന്നിട്ടില്ല. ഞാൻ ഇതിന്റെ സ്കിൻ എന്ന് പറഞ്ഞ സ്കിന്ന് ഞാൻ കഴിക്കാം ഫസ്റ്റ്. ഇതാണ് സ്കിന്ന്. അതാ അത് കൂട്ടൂല. ഇതിന്റെ തോടാണ് സ്കിന്ന്. ആ തോട് പച്ച സാധനം തിന്നണം. ഉമ്മ തിന്നില്ല. പിന്നെ ഒരു ഫുള്ളും എന്നെ കൊണ്ട് തീറ്റിക്കുന്നു. എന്നിട്ടാണ് നാളെ ഞാൻ പിന്നെ കക്കൂസിന്ന് കയറാതെ അവിടെ ഇരിക്കാം. ഉരുവെള്ളം കേട്ടോ. ഞാൻ എന്താ കഴിക്കുന്നത്? അപ്പം ഗൈസ് ഇത്രയൊക്കെ തിന്നാൻ പറ്റുള്ളൂ. ഇതിലൊക്കെ കൂടുതൽ തിന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അടപ്പൂരി പോകും. എൻ്റെ അടുത്ത് അതുകൊണ്ട് അടച്ചു വെക്കാനല്ല പറഞ്ഞത്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക. അടുത്തൊരു ചലഞ്ചിങ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ശുഭരാത്രി. ബൈ.